ഭാരതാംബയുടെ ചിത്രം വെച്ച് ട്രെയിനിന് സ്വീകരണം നൽകി ബി.ജെ.പി. പ്രവർത്തകർ. പുതുതായി പാലക്കാട്ടേക്ക് അനുവദിച്ച ട്രെയിനാണ് പ്രവർത്തകർ സ്വീകരണം നൽകിയത്. ഇക്ബാൽ അറക്കൽ നമുക്കൊപ്പം. ഇക്ബാൽ അറക്കൽ, പുതിയ ഒരു ട്രെയിൻ വരുന്നതായിട്ടുള്ള കഴിഞ്ഞ ദിവസം ബി.ജെ.പി. സംസ്ഥാന അധ്യക്ഷന്റെ പോസ്റ്റൊക്കെ കണ്ടിരുന്നു. ആ ട്രെയിനിന്റെ ആദ്യ സർവീസിന് സ്വീകരണം ഭാരതാംബയെ കൂടി മുന്നിൽ നിർത്തിക്കൊണ്ടാണ്. സുജയ, നേരത്തെ കാവിക്കൊടി ഏന്തി നിൽക്കുന്ന ഭാരതാംബയുടെ ചിത്രം പുഷ്പാർച്ചന നടത്തിയതിന് പിന്നാലെ ഗവർണർക്കെതിരെ സംസ്ഥാന വ്യാപകമായി കോൺഗ്രസും ഡിവൈഎഫ്ഐയും എല്ലാം പ്രതിഷേധം നടത്തുന്ന ഒരു സാഹചര്യം നമ്മൾ കണ്ടിരുന്നു. അതിന് പിന്നാലെയാണ് ഇപ്പോൾ പാലക്കാട് റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് പുതിയൊരു ട്രെയിൻ സർവീസ് ആരംഭിക്കുമ്പോൾ ആ ട്രെയിൻ സർവീസിന് നൽകുന്ന സ്വീകരണത്തിനിടയിലും ബി.ജെ.പി. പ്രവർത്തകർ ഇത്തരത്തിൽ കാവിക്കൊടി ഏന്തി നിൽക്കുന്ന ഭാരതാംബയുടെ ചിത്രം ഉപയോഗിക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടുള്ളത്. പാലക്കാട്ടുകാരുടെ ദീർഘനാളായിട്ടുള്ള ആവശ്യമായിരുന്നു കോഴിക്കോട്ടേക്കും കണ്ണൂരിലേക്കും ഒരു പുതിയ ട്രെയിൻ സർവീസ് വേണം എന്നുള്ളത്. അങ്ങനെ റെയിൽവേ കഴിഞ്ഞ ദിവസമാണ് ഇത്തരത്തിലൊരു പുതിയ ട്രെയിൻ സർവീസ് ആരംഭിക്കുകയും ചെയ്തത്. ആ ട്രെയിൻ സർവീസിന്റെ ഉദ്ഘാടനം ഇന്നായിരുന്നു. കോഴിക്കോട് നിന്ന് പാലക്കാട്ടേക്കും തിരിച്ച് പാലക്കാട് നിന്ന് കണ്ണൂർ വരെ സർവീസ് നടത്തുന്ന ഈ പുതിയ ട്രെയിനിന്റെ സർവീസ് ഇന്ന് ആരംഭിക്കുമ്പോൾ ആ ട്രെയിന് നൽകിയ സ്വീകരണത്തിനിടയിലാണ് ഇത്തരത്തിൽ കാവിക്കൊടി ഏന്തി നിൽക്കുന്ന ഭാരതാംബയുടെ ചിത്രം ഉൾപ്പെടെ ഉപയോഗിച്ചുകൊണ്ട് ബി.ജെ.പി. ഒരു സ്വീകരണ ചടങ്ങ് നടത്തിയിരിക്കുന്നത്. ഏതായാലും പാലക്കാട് ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിൽ വെച്ചായിരുന്നു ഈ സ്വീകരണ ചടങ്ങ്. ആ സ്വീകരണ ചടങ്ങിന്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത്. പാലക്കാട്ടെ ബി.ജെ.പിയുടെ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിലായിരുന്നു സ്വീകരണം ഒരുക്കിയത്. പ്രശാന്ത് ശിവൻ ഉൾപ്പെടെയുള്ള ബി.ജെ.പിയുടെ പാലക്കാട് ജില്ലയിലെ നേതാക്കളും ആ ചടങ്ങിൽ പങ്കെടുക്കുകയും ചെയ്തിരുന്നു. ആ ചടങ്ങിനിടയിലാണ് ഇത്തരത്തിൽ കാവിക്കൊടി ഏന്തി നിൽക്കുന്ന ഭാരതാംബയുടെ ചിത്രം ഇത്തരത്തിലൊരു വിവാദ സമയങ്ങളിൽ തന്നെ ബി.ജെ.പി. വീണ്ടും ഉപയോഗിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുള്ളത്. സുജയ, ഓക്കെ, ഇക്ബാൽ അറക്കലാണ് വിവരങ്ങൾ നൽകിയത്. ഭാരതാംബയെ ഒഴിവാക്കിക്കൊണ്ട് മുന്നോട്ട് പോകില്ല എന്ന് ഗവർണർ പറയുന്നു. അത് ഏറ്റെടുക്കുന്നു ബി.ജെ.പി. അതാണ് ഇപ്പോൾ നമ്മൾ ഈ ട്രെയിൻ പുതിയ സർവീസ് തുടങ്ങുമ്പോൾ അതിനുള്ള സ്വീകരണത്തിലൂടെ കാണുന്നത്.